നമസ്കാരം. ആധുനിക യുദ്ധരംഗം സാമ്പത്തിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള കൃത്യമായ സമന്വയത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനൂതനവും കോടികൾ വിലമതിക്കുന്നതുമായ ആയുധങ്ങൾ മാത്രം കൈവശം ഉണ്ടാകുന്നത് ഒരു യുദ്ധം ജയിക്കാൻ പര്യാപ്തമല്ല എന്നും അവ വലിയ അളവിൽ ദീർഘകാലം ഉപയോഗിക്കുവാനുള്ള സാമ്പത്തിക ശേഷി രാജ്യത്തിന് ഉണ്ടാകണമെന്നും പല സമീപകാല രാജ്യാന്തര സംഘർഷങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതത്തിൻ്റെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO തങ്ങളുടെ സ്റ്റാർ അഥവാ സൂപ്പർസോണിക് ടാർഗറ്റ് റിസംബ്ലിംഗ് മിസൈൽ എന്ന ഡ്രോൺ പദ്ധതിയെ ഒരു അത്യാധുനിക സൂപ്പർസോണിക് മിസൈലാക്കി മാറ്റുന്ന അതിനിർണായകമായ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി തകർക്കാൻ കെൽപ്പുള്ള, അതേസമയം നിർമ്മാണ ചെലവ് വളരെ കുറഞ്ഞ ഈ മിസൈൽ ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈലുകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഒന്നായിട്ടാണ് വികസിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കും കരസേനയ്ക്കും പരിശീലന ആവശ്യങ്ങൾക്കായി അതിവേഗത്തിൽ വരുന്ന ശത്രു മിസൈലുകളെ അനുകരിക്കാൻ നിർമ്മിച്ച ഒരു ടാർഗറ്റ് ഡ്രോൺ മാത്രമായിരുന്നു സ്റ്റാർ പ്രോഗ്രാം. DRDOയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലബോറട്ടറിയും സംയുക്തമായിട്ടാണ് ഇത് വികസിപ്പിച്ചത്. കടലിൻ്റെ ഉപരിതലത്തോട് ചേർന്ന് പറക്കുന്ന തരം അപകടകരമായ മിസൈലുകളെ പ്രതിരോധിക്കുവാൻ നമ്മുടെ സൈന്യത്തെ പ്രാപ്തമാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ശബ്ദത്തെക്കാൾ 2.5 മുതൽ 3 ഇരട്ടി വരെ വേഗതയിൽ സഞ്ചരിക്കുവാൻ ഈ വാഹനത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ഇത്രയും മികച്ച വേഗതയും വായുഗതി നിയന്ത്രണവുമുള്ള ഒരു സംവിധാനത്തെ വെറുമൊരു പരിശീലന ഡ്രോണായി മാത്രം ഒതുക്കാതെ അതിനെ ഒരു മാരകായുധമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും തിരിച്ചറിഞ്ഞു. ഈ ചിന്തയിൽ നിന്നാണ് സ്റ്റാർ ടാക്ടിക്കൽ അഥവാ സ്റ്റാർ T എന്ന പുതിയ മിസൈൽ സംവിധാനം രൂപപ്പെടുന്നത്. തേജസ് യുദ്ധവിമാനങ്ങളിൽ നിന്നും ട്രക്കുകളിൽ ഘടിപ്പിച്ച മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നും തൊടുത്തുവിടാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യം പുതുതായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഹൈലോ മിക്സ് തന്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്റ്റാർ T മിസൈലുകൾ. ശത്രുവിൻ്റെ അതിശക്തമായ കമാൻഡ് സെൻറ്ററുകൾ, വിമാനവാഹിനി കപ്പലുകൾ, ഭൂഗർഭ ബങ്കറുകൾ തുടങ്ങിയ അതീവ സുപ്രധാന ലക്ഷ്യങ്ങളെ തകർക്കാൻ മാത്രം ബ്രഹ്മോസ് പോലുള്ള അതിവേഗ പ്രീമിയം മിസൈലുകൾ മാറ്റിവെക്കുക എന്നതാണ് ഈ തന്ത്രം. അതേസമയം സാധാരണ റഡാർ സ്റ്റേഷനുകൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ, മറ്റ് തന്ത്രപ്രധാനമായ ഇടങ്ങൾ എന്നിവ തകർക്കാൻ വലിയ വിലയുള്ള ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിക്കുന്നത് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കും. അത്തരം സാഹചര്യങ്ങളിൽ ബ്രഹ്മോസിന് പകരമായി പകുതി വിലയ്ക്ക് നിർമ്മിക്കാവുന്ന സ്റ്റാർ T മിസൈലുകൾ ഉപയോഗിക്കാൻ സാധിക്കും. നിലവിൽ ഒരു ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കാൻ 34 കോടി മുതൽ 40 കോടി വരെ ചിലവ് വരുമ്പോൾ സ്റ്റാർ T മിസൈലുകൾ വെറും 15 മുതൽ 20 കോടി വരെയുള്ള ചിലവിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്രയും കുറഞ്ഞ ചിലവിൽ ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയുള്ള മിസൈലുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആക്രമണശേഷി ഇരട്ടിയാകും. ഈ മിസൈലിൻ്റെ നിർമ്മാണ ചെലവ് ഇത്രയധികം കുറയാൻ കാരണം പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ്. റഷ്യൻ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന ബ്രഹ്മോസിൽ ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ സ്റ്റാർ T മിസൈലിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യ പൂർണ്ണമായി വികസിപ്പിച്ച സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് സാങ്കേതിക വിദ്യയാണ്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഇത്തരം എഞ്ചിനുകൾക്ക് നിർമ്മാണ ചെലവും അറ്റകുറ്റപ്പണികളും വളരെ കുറവാണ്. കൂടാതെ ഇവ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാനും പെട്ടെന്ന് തന്നെ യുദ്ധസജ്ജമാക്കാനും സാധിക്കും. ഈ സാങ്കേതിക വിദ്യയുടെ വിജയകരമായ പരീക്ഷണം DRDO അടുത്തിടെ ഒഡീഷയിലെ ചാന്ദിപൂർ ടെസ്റ്റ് റേഞ്ചിൽ വെച്ച് പൂർത്തിയാക്കിയിരുന്നു. ബ്രഹ്മോസ് മിസൈൽ പദ്ധതിയിൽ റഷ്യയുമായി സാമ്പത്തിക ലൈസൻസ് കരാറുകൾ ഉള്ളതിനാൽ ലാഭവിഹിതവും സാങ്കേതിക സ്വാതന്ത്ര്യവും പങ്കിടേണ്ടതുണ്ട്. എന്നാൽ സ്റ്റാർ T 100% ഇന്ത്യൻ നിർമ്മിതമായതിനാൽ ഇതിൻ്റെ ഭൗതിക സ്വത്തവകാശവും നിർമ്മാണ ലാഭവും പൂർണ്ണമായും രാജ്യത്തിന് തന്നെ അവകാശപ്പെട്ടതാണ്. ഭാരക്കുറവും വലിപ്പക്കുറവും കാരണം ടൈറ്റാനിയം പോലുള്ള വില കൂടിയ ലോഹങ്ങളുടെ ഉപയോഗം ഇതിൽ വളരെ കുറവാണ്. ബ്രഹ്മോസിനെ അപേക്ഷിച്ച് ചെറിയ വാർഹെഡ് ആണ് ഇതിനുള്ളത് എങ്കിലും തന്ത്രപരമായ ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇത് തികച്ചും പര്യാപ്തമാണ്. യുദ്ധരംഗത്ത് ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഒരേ സമയം നിരവധി മിസൈലുകൾ അയച്ച് നിഷ്പ്രഭമാക്കുന്ന സാച്ചുറേഷൻ സ്ട്രൈക്ക് രീതിക്ക് സ്റ്റാർ T മിസൈലുകൾ മികച്ച സംഭാവന നൽകും. ലോകത്തെ എത്ര അത്യാധുനിക റഡാറുകൾക്കും വ്യോമ പ്രതിരോധ മിസൈലുകൾക്കും ഒരേ സമയം ട്രാക്ക് ചെയ്യാവുന്നതും തകർക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ബ്രഹ്മോസ് മിസൈൽ വിടുന്നതിനൊപ്പം തന്നെ കുറഞ്ഞ ചെലവിലുള്ള നിരവധി സ്റ്റാർ T മിസൈലുകൾ ഒന്നിച്ച് ശത്രുപാളയത്തിലേക്ക് തൊടുത്തുവിടുമ്പോൾ അവരുടെ റഡാർ സംവിധാനങ്ങൾ ആശയക്കുഴപ്പത്തിലാവുകയും പ്രതിരോധം തകരുകയും ചെയ്യും. ഒരു ബ്രഹ്മോസിൻ്റെ വിലയ്ക്ക് 3 സ്റ്റാർ T മിസൈലുകൾ വരെ വിടാൻ സാധിക്കുന്നത് സൈന്യത്തിന് വളരെ വലിയ മേൽക്കൈ നൽകും. കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ നേരിടാൻ ഇത്തരം ആഭ്യന്തര മിസൈലുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് DRDO ചെയർമാൻ ഡോക്ടർ സമീർ V കാമത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് DRDO തങ്ങളുടെ ചിലവേറിയ ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ച് സ്റ്റാർ T, LRLACM തുടങ്ങിയ ചിലവ് കുറഞ്ഞതും എന്നാൽ കൂടുതൽ പ്രയോജനപരവുമായ മിസൈൽ പദ്ധതികൾക്ക് നിലവിൽ മുൻഗണന നൽകുന്നത്. സ്റ്റാർ T മിസൈൽ പദ്ധതി കേവലം ഒരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല, മറിച്ച്
തെക്കൻ ഏഷ്യയിലെയും ഇൻഡോ പസഫിക് മേഖലയിലെയും നിലവിലുള്ള ഭൗമ രാഷ്ട്രീയ പ്രതിരോധത്തെ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു തന്ത്രപ്രധാനമായ നീക്കമാണ്. ഭാരതത്തിൻ്റെ പ്രധാന അയൽ രാജ്യങ്ങളും പരമ്പരാഗത എതിരാളികളുമായ ചൈന, പാകിസ്ഥാൻ എന്നിവരുടെ സൈനിക വ്യൂഹങ്ങൾക്കും പ്രതിരോധ തന്ത്രങ്ങൾക്കും വലിയൊരു വെല്ലുവിളിയാണ് ഈ പുതിയ കുറഞ്ഞ ചെലവിലുള്ള സൂപ്പർസോണിക് മിസൈൽ ഉയർത്തുന്നത്. ഒരേ സമയം രണ്ട് അതിർത്തികളിൽ നിന്നുള്ള വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഭാരമില്ലാത്തതും എന്നാൽ ശത്രുവിൻ്റെ പ്രതിരോധ കോട്ടകളെ തകർക്കാൻ ശേഷിയുള്ളതുമായ ആയുധങ്ങൾ വൻതോതിൽ കൈവശം ഉണ്ടാക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ഈ സാഹചര്യത്തിൽ സ്റ്റാർ-T മിസൈലുകളുടെ വരവ് ചൈനയുടെയും പാകിസ്ഥാനെയും സൈനിക ആസൂത്രണങ്ങളെയും അവരുടെ പ്രതിരോധ ബഡ്ജറ്റുകളെയും എങ്ങനെ ബാധിക്കുന്നു എന്നത് അതീവ ഗൗരവത്തോടെ വിശകലനം ചെയ്യേണ്ട ഒന്നാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തി പ്രതിരോധ സംവിധാനങ്ങൾക്കും വ്യോമ സുരക്ഷാ നെറ്റ്വർക്കുകൾക്കും കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഈ പുത്തൻ മിസൈൽ തന്ത്രം. ചൈന തങ്ങളുടെ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന HQ-9 പോലെയുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഷ്യയിൽ നിന്ന് ഇറക്കം ചെയ്യുന്ന S-400 മിസൈൽ പ്രതിരോധ വ്യൂഹങ്ങളും അതീവ ശേഷിയുള്ളതാണ് എങ്കിലും അവയ്ക്കെല്ലാം ഒരേ സമയം നേടാൻ കഴിയുന്ന മിസൈലുകളുടെ എണ്ണത്തിന് കൃത്യമായ പരിധിയുണ്ട്. വളരെ വില കൂടിയതും പരിമിതമായ എണ്ണത്തിൽ മാത്രം നിർമ്മിക്കപ്പെടുന്നതുമായ മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിലേക്ക് കുറഞ്ഞ ചെലവിലുള്ള സ്റ്റാർ-T മിസൈലുകൾ കൂട്ടത്തോടെ തൊടുത്തുവിടുമ്പോൾ ചൈനയുടെ റഡാറുകളും ഇൻ്റർസെപ്റ്റർ മിസൈലുകളും പൂർണ്ണമായും നിഷ്പ്രഭമാകും. ചൈനയുടെ കോടികൾ വിലമതിക്കുന്ന ഒരു പ്രതിരോധ മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യയുടെ താരതമ്യേന വില കുറഞ്ഞ ഒരു സ്റ്റാർ-T മിസൈലിനെ തകർക്കേണ്ടി വരുന്നത് ചൈനയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. മാത്രവുമല്ല, ഈ മിസൈലുകളുടെ വൻതോതിലുള്ള സാന്നിധ്യം ചൈനീസ് റഡാറുകളെയും സൈനിക കമാൻഡ് സെൻറ്ററുകളെയും ആശയക്കുഴപ്പത്തിലാക്കുകയും ആ വിടവിലൂടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് പോലുള്ള വിനാശകാരികളായ തന്ത്രപ്രധാന മിസൈലുകൾക്ക് ചൈനയുടെ ഉള്ളറകളിലേക്ക് തുളച്ചു കയറാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. ടിബറ്റൻ പീഠഭൂമിയിലും യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപവും ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വൻതോതിലുള്ള സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകൾ, റഡാർ സ്റ്റേഷനുകൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയെല്ലാം സ്റ്റാർ-T മിസൈലുകളുടെ പരിധിയിൽ വരുന്നതാണ് ചൈന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇത്തരം ഇടത്തരം ലക്ഷ്യങ്ങളെ തകർക്കാൻ മുൻപ് ഭാരതത്തിന് തങ്ങളുടെ വിലയേറിയ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുമായിരുന്നു എങ്കിൽ ഇനി മുതൽ സ്റ്റാർ-T മിസൈലുകൾ ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ തന്നെ ഇവയെല്ലാം തവിടുപൊടിയാക്കാൻ ഭാരതത്തിന് സാധിക്കും. ഇത് തങ്ങളുടെ സുരക്ഷാ ബങ്കറുകളുടെയും താവളങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ പണം ചിലവഴിക്കാൻ ചൈനയെ നിർബന്ധിതരാക്കും. കൂടാതെ തായ്വാൻ പ്രതിസന്ധിയിലും തെക്കൻ ചൈന കടലിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യയുടെ ഈ പുതിയ മിസൈൽ ശേഷി കാരണം തങ്ങളുടെ പടിഞ്ഞാറൻ തിയേറ്റർ കമാൻഡിലേക്ക് കൂടുതൽ സാമ്പത്തികവും സൈനികവുമായ വിഭവങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. ഇത് ചൈനയുടെ ആഗോള സൈനികാസൂത്രണങ്ങളുടെ വേഗത തന്നെ കുറയ്ക്കാൻ ഇടയാക്കും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മിസൈൽ ഉയർത്തുന്ന ഭീഷണി അതിജീവനത്തിൻ്റെ തന്നെ പ്രശ്നമാവും. സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഇന്ത്യയുമായി ഒരു മിസൈൽ യുദ്ധത്തിലേക്കോ ആയുധ മത്സരത്തിലേക്കോ ഏർപ്പെടുക എന്നത് നിലവിൽ അസാധ്യമായ കാര്യമാണ്. പാകിസ്ഥാൻ്റെ പ്രതിരോധ തന്ത്രങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുക എന്ന ലക്ഷ്യത്തോടെ വിന്യസിച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇന്ത്യ ഒരേ സമയം നിരവധി സൂപ്പർസോണിക് മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുകയും അവ അതിർത്തികളിൽ വിന്യസിക്കുകയും ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ പാകിസ്ഥാൻ്റെ കൈവശമുള്ള ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല. പാകിസ്ഥാൻ്റെ വായുസേനയ്ക്കും വ്യോമ പ്രതിരോധ കമാൻഡിനും ഇന്ത്യയിൽ നിന്ന് ഒരേ സമയം വരുന്ന നൂറുകണക്കിന് അതിവേഗ മിസൈലുകളെ നേരിടാൻ സാങ്കേതിക ശേഷിയോ സാമ്പത്തിക ബലമോ ഇന്നില്ല. ഇന്ത്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാൻ്റെ വലിയ കപ്പലുകൾക്കോ ആണവ നിലയങ്ങൾക്കോ നേരെ മാറ്റിവെക്കുമ്പോൾ പാകിസ്ഥാൻ്റെ അതിർത്തിയിലുള്ള വ്യോമതാവളങ്ങളും കമാൻഡ് പോസ്റ്റുകളും തകർക്കുവാൻ ഇന്ത്യക്ക് സ്റ്റാർ-T മിസൈലുകൾ മാത്രം മതി. ഇന്ത്യയുടെ ഈ ആയുധക്കരുത്ത് പാകിസ്ഥാനെ ചൈനയ്ക്ക് മുന്നിൽ കൂടുതൽ യാചകരാക്കി മാറ്റുമെന്നാണ് മറ്റൊരു വശം. തനിയെ ഇന്ത്യയെ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടുതൽ പ്രതിരോധ സാങ്കേതിക വിദ്യകൾക്കും സാമ്പത്തിക സഹായത്തിനുമായി പാകിസ്ഥാൻ ചൈനയെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങും. എന്നാൽ ചൈന നൽകുന്ന ആയുധങ്ങൾ പലപ്പോഴും പാകിസ്ഥാനെ കടക്കടിയിലാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്റ്റാർ-T മിസൈലുകൾ 100% ആഭ്യന്തരമായി നിർമ്മിക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് ഉപരോധങ്ങളെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളെ ആശ്രയിക്കുന്നതിനാൽ യുദ്ധസമയത്ത് അവർക്ക് വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ നേരിടാം. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ തന്ത്രപരമായ മാറ്റം ചൈനയുടെ പ്രതിരോധ ബജറ്റിൽ വലിയ സമ്മർദ്ദം ചെലുത്തുമ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ അത് പൂർണ്ണമായും നിഷ്പ്രഭമാക്കുകയും അവരെ കൂടുതൽ കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്കും സൈനികമായ അശക്തതയിലേക്കും തള്ളിവിടുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.